അതേപോലെ സഹോദരിമാരെ, നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോളൂ. ഇന്നത്തെ കാലത്ത് കുടുംബ ബന്ധങ്ങളുടെ ഏറ്റവും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് മൊബൈൽ ഫോണുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. മലപ്പുറത്ത് ഫാമിലി കോടതിയിൽ പല തർക്കങ്ങളും പല വക്കാലത്തുകളൊക്കെ നടക്കുമ്പോൾ ഇവൻ വലിയൊരു വില്ലനായി വരാറുണ്ട് ഇവന്. അതുകൊണ്ട് ഇപ്പം പിന്നെ പ്രത്യേകിച്ച് ഈ 10ാം ക്ലാസ്സിൻ്റെയൊക്കെ SLC അതുപോലെ +2-ൻ്റെ ഒക്കെ ഗെറ്റ് ടുഗദറുകളൊക്കെ നടക്കുന്നുണ്ട്. നാട്ടിൽ തലങ്ങുമലകൊക്കെ നടക്കും. ഒരു കമ്മിറ്റിയൊക്കെ ഉണ്ടാക്കും. പ്രധാനപ്പെട്ട അന്നത്തെ ആൾ കമ്മിറ്റി ഉണ്ടാക്കും. വാട്സപ്പ് ഗ്രൂപ്പിൽ എല്ലാവരും തപ്പിപ്പിടിക്കും. എന്നിട്ട് പൈസൻ്റെ പിരിവൊക്കെ ഇടും. ബിരിയാണി, ചെറിയൊരു ഗാനമേള, ഒരു ചെറിയ ചീഫ് ഗസ്റ്റിനെയൊക്കെ കൊണ്ടുപോകും. എന്നിട്ട് ഫ്ലെക്സും ബാനറും ഒക്കെ വെക്കും. നിഴൽക്കൂട്ടം അല്ലെ സ്നേഹക്കൂട്ടം. ഒരിക്കൽ കൂടി ഈ മരത്തണലിൽ, അതേപോലെ പഴയകാല ഓർമ്മകൾ, കഴിഞ്ഞുപോയ കാലം, ഓർമ്മകളെ പൂക്കുമോ വസന്തകാലം എന്നൊക്കെ പേരൊക്കെ കൊടുത്ത് നമ്മളെല്ലാവരും കൂടി നല്ല സാരി നല്ലതൊക്കെ കൊടുത്തുകൊണ്ട് നമ്മൾ 10-15 വർഷത്തെ ഓർമ്മകളുമായിട്ട് സ്കൂളിൻ്റെ മുറ്റത്ത് കൂടും. അന്ന് ബഷീർ മാഷ് ഉണ്ടാവും, സുമതി ടീച്ചർ ഉണ്ടാവും, രാഘവ മാഷ് ഉണ്ടാവും, എല്ലാവരും ഉണ്ടാവും. ഒരു പ്രസംഗം, സ്പീച്ച്, ഒരു മെമൻ്റ് ഒക്കെ കൊടുക്കും. വീണ്ടും അവിടുന്ന് പല സൗഹൃദങ്ങളും പൂവണിയുന്നുണ്ട്. ആ സൗഹൃദത്തിനകത്ത് വെച്ചിട്ട് പലതും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയും. എനിക്കൊരു സുഖമില്ലടാ, അങ്ങനെയാണ്, എൻ്റെ ഭർത്താവിൻ്റെ കാര്യം പറയേണ്ട, മോരടനാണ്, ജീവിച്ചു പോവുകയാണ്, 4 കുട്ടികളിലേക്ക്, എന്താ നോക്കിയിട്ട് കാര്യം, എല്ലാം സഹിക്കന്നെ, അല്ല എന്താ പറയുക. അനക്കോ എടീ എൻ്റെ കാര്യം പറയണ്ടേ, വീട്ടിലെ ഓളൊരു മഹാമൂതവിയാണ്, പിന്നെ ഇങ്ങനെ പോവുകടി അങ്ങനെയൊക്കെ എന്ന് പറയും അല്ലേ. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുറ്റമൊക്കെ പറയും. പക്ഷെ എല്ലാ സ്ഥലത്തും ശ്രദ്ധിച്ചോളൂ. കാരണം ഇതെല്ലാം ഇന്ന് ഇങ്ങനെയാണ്. ഇന്നൊരു കുടുംബം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈകുന്നേരം സമയമാകുമ്പോൾ വീട്ടിൽ ഭർത്താവ് വരുന്ന സമയത്ത് വഴിയിൽ വണ്ടിയൊക്കെ നിർത്തിയിട്ട് ഭർത്താവ് എല്ലാം കുത്തി ഒക്കെ ഡിലീറ്റ് ചെയ്യും. കാര്യം എന്താ, വീട്ടിലൊരു സാധനം ഉണ്ട് അല്ലേ, കണ്ടുപിടിക്കാനായിട്ടൊരു പെണ്ണുമ്പള വീട്ടിൽ കുത്തിട്ടുണ്ട്. അത് കണ്ടുപിടിച്ച് കുടുംബകലം ഉണ്ടാക്കണ്ടെന്ന് വിചാരിച്ചിട്ട് മൊത്തം കുത്തി ഒക്കെ ഡിലീറ്റ് ചെയ്യും. അതേ സമയത്ത് ഭാര്യ വീട്ടിൽ കുത്തിർന്നിട്ട് ആ ജനലിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ നോക്കും. ഭർത്താവ് വരാറായിക്കണ്, അയാൾ മരടനാണ്, അയാൾക്ക് സംശയം ഉണ്ടാവും, ഇനി അയാൾ ഇത് കണ്ടിട്ട് ഇടങ്ങാറാക്കണ്ടാറുണ്ട്. ഭാര്യയും കുത്തി ഒക്കെ ഡിലീറ്റ് ചെയ്യും ഇങ്ങനെ അല്ലേ. അങ്ങനെ ഭർത്താവ് ഒരു സ്ഥലത്ത് ഡിലീറ്റ് ചെയ്യണു, ഭാര്യ ഒരു സ്ഥലത്ത് ഡിലീറ്റ് ചെയ്യുന്നു. ഇതാണ് സത്യം. ഒരു കട്ടിൽ കിടക്കുന്ന ഭാര്യയ്ക്കും ഭർത്താവിന് പോലും മിണ്ടാൻ സമയമില്ലെന്ന് ഉണ്ടോ? ഇല്ല. ഭാര്യ റീൽസ് കണ്ട് ചിരിക്കണ്, പുതിയ ചുരിദാർ, പുതിയ ഫാഷൻ, പുതിയ ഭക്ഷണം യാത്രകളൊക്കെ ഭാര്യ കണ്ട് പൊട്ടിച്ചിരിക്കണ്, ഇങ്ങനെ ബഡ്സും വെച്ചിട്ടുണ്ട്. ഭർത്താവാണ് രാഷ്ട്രീയം അല്ലേ, രാഷ്ട്രീയം വേണ്ടിയിട്ട് ഭർത്താവ് റീൽസ് കണ്ട് ചിരിക്കണ്, എനക്കത് വേണമെന്ന് പറഞ്ഞ് പെരും ചിരിച്ച് ഭർത്താവ് നിലത്ത് പോകാറായി. നിങ്ങൾ അറിയണമില്ല. നിങ്ങൾ അങ്ങനെയാണല്ലോ, ചിരിച്ചാൽ പിന്നെ ഒന്നും അറിയില്ല. നിങ്ങൾ കരഞ്ഞാലും ഒന്നും അറിയില്ല, നിങ്ങൾ ചിരിച്ചാലും പിന്നെ ഒന്നും അറിയില്ല അല്ലേ. അങ്ങനെ തന്നെ ആവട്ടെ. ആ ഭർത്താവ് നിലത്ത് പോരായപ്പോൾ ഭർത്താവ് പറഞ്ഞു നീ കിടക്കണീന്ന്. ഭാര്യ ഉണ്ട് അറിയണം. അവസാനം ഭർത്താവ് ഒരു മെസ്സേജ്, മുത്തേ ഒന്ന് നീങ്ങിക്കിടക്കടി. അപ്പൊ ഭാര്യ തിരിച്ചൊരു മെസ്സേജ്, സോറി ഇടാ കുട്ടാ എന്നിട്ടൊരു മെസ്സേജ് അയച്ചിട്ട് ഭാര്യ ഒന്നിങ്ങനെ നീങ്ങിക്കിടന്നു. ഒരു കട്ടിൽ പോലും ഭാര്യയ്ക്കും ഭർത്താവ് മെസ്സേജ് അയക്കേണ്ട ഒരു കാലത്തിലാണ് നമ്മൾ ജീവിക്കണത്. അങ്ങനെ ആയിപ്പോയി. ഇന്ന് ഒന്നിനും സമയമില്ല. കാര്യം എന്താ, എല്ലാം ഇപ്പം ഇതിനകത്തൂടെയാണ് അല്ലേ, സകലതും ഇതിനകത്തൂടെയാണ്. അപ്പൊ അതുകൊണ്ട് ഇതിൽ കാണുന്നത് അപ്പാടെ നമ്മൾ വിശ്വസിക്കേണ്ട. നല്ല കാര്യങ്ങൾക്കായി ഈ ലോകത്തെ ഏറ്റവും നല്ല ഒരു ഇലക്ട്രോണിക് ഡിവൈസ് ഏതാണെന്ന് ചോദിച്ചാൽ ഇവനാണ്. ഇല്ലാത്ത ഒന്നുമില്ല ഇതിനകത്ത് അല്ലേ, ഇല്ലാത്ത ഒന്നുമില്ല. അപ്പോൾ ഓർക്കുക, 5 GB സ്പീഡുള്ള വീട്ടിനകത്ത് വൈഫൈ ഉള്ള ഒരു വീട്ടിൽ ഒരു 18 വയസ്സ് താഴെയുള്ള ഏതൊരു കുഞ്ഞുണ്ടെങ്കിൽ, അടച്ചുറപ്പുള്ള നല്ലൊരു മുറി അപ്സ്റ്റെയറിലുണ്ടെങ്കിൽ, നല്ല ടവർ ബോൾട്ടും ഉണ്ടെങ്കിൽ, വൈഫൈ ഉണ്ടെങ്കിൽ, മൊബൈലും മോളുടെ കയ്യിലുണ്ടെങ്കിൽ, മോൻ്റെ കയ്യിലുണ്ടെങ്കിൽ, നിങ്ങൾ ഒരാറ്റം ബോംബോ അണുബോംബോ കുട്ടിയുടെ കൈ കൊടുത്തിരിക്കുകയാണ് എന്ന കാര്യം മറന്നു പോകരുത്. ഏത് സമയത്തും ആ ബോംബ് പൊട്ടും. ആറ്റം ബോംബ് പൊട്ടാൻ സാധ്യത ഉണ്ടെന്നുള്ള കാര്യം ഒരിക്കലും നിങ്ങൾ മറന്നു പോകണ്ട. അപ്പം അവര് ഓർമ്മപ്പെടുത്തുക മാത്രമാണ് നിങ്ങൾ ഈ അവസരം ചെയ്യണത്. അതേപോലെ തന്നെ നമുക്കൊരു കാര്യം കൂടെ, നമ്മളെ SYSന്റെ സാന്ത്വനം കമ്മിറ്റിയുടെ ചാരിറ്റി പ്രവർത്തനത്തിലുള്ള സഹായിക്കാൻ വേണ്ടി പുറത്തൊരു ബോക്സ് വെച്ചിട്ടുണ്ട്. ഇത് കേവലം ഒരു നോട്ടീസായിട്ട് തന്നെ ഞാൻ കാണുന്നില്ല. കാരണം ഈ സ്വാതന്ത്ര്യത്തിൻ്റെ ഇത്തരത്തിലുള്ള ചാരിറ്റി പ്രവർത്തനത്തെക്കുറിച്ച് ഏറ്റവും കൃത്യമായിട്ട് അറിയുന്നൊരു വ്യക്തിയാണ് ഞാൻ SYSന്റെ. കാരണം ഞാനും എൻ്റെ കോൺട്രിബ്യൂഷൻ അവർക്ക് പലപ്പോഴും നൽകാറൊക്കെ ഉണ്ട്. നിങ്ങളോടൊക്കെ എൻ്റെ റിക്വസ്റ്റാണ്, നമുക്ക് വേണമെങ്കിൽ നമ്മൾ പൈസ ഉള്ളവരും ഇല്ലെങ്കിൽ മറ്റുള്ളവർ വാങ്ങിയിട്ടൊക്കെ നിങ്ങൾ മനസ്സിനകത്ത് ഇതിനകത്ത് എത്രയും നല്ലൊരു മഹാസമ്മേളനം നടക്കുകയാണ്. എൻ്റെ ഒരു പേഴ്സണൽ താല്പര്യം കൂടെ നിങ്ങളോട് പറയണം കേട്ടോ. പറ്റുമെങ്കിൽ എല്ലാവരും ഒന്ന് മനസ്സറിഞ്ഞ് ഒന്ന് സഹായിക്കുക അതിനകത്തേക്ക്. അത് എണ്ണി തിട്ടപ്പെടുത്തുമ്പോൾ അത് കിട്ടുന്ന ഏറ്റവും നല്ല രീതിയിൽ നിങ്ങൾ ചെയ്യുന്നവരാണെന്നറിയാം. എന്നാലും ഈ ഫംഗ്ഷനിൽ നിന്ന് ഈ 10-15 ദിവസത്തെ നമ്മുടെ ഈ ഒരു സ്നേഹസ്പർശം ദിവസത്തിനകത്ത് ഇന്നത്തെ 11-ാം തീയതിത്തെ കളക്ഷൻ എൻ്റെ ഒരു പേഴ്സണൽ റിക്വസ്റ്റ് കൂടിയാണ്. അത് കുറച്ച് നിങ്ങളുടെ കോൺട്രിബ്യൂഷൻ എല്ലാവരും ഒന്ന് കൊടുത്തിട്ട് പോകണം എന്ന് ഇപ്പം തന്നെ മനസ്സുകൊണ്ട് ഒരുങ്ങുക. പേഴ്സിൽ നിന്ന് കയ്യൊക്കെ ഇട്ട് നോക്കി, കൈയുള്ളവരൊക്കെ എടുത്തില്ല. അടുത്ത് സുബേദാജർ 100 രൂപ കൊണ്ട
അല്ല 500 ഉറുപ്പ്യ ഉണ്ടാക്കാൻ പറഞ്ഞ് കൈ പിടിച്ച് പോകുമ്പോൾ ഇട്ടിട്ട് പോകാനും കൂടെ ശ്രമിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ എൻ്റെ വാക്ക് ഞാൻ ചുരുക്കുകയാണ്. പ്രിയപ്പെട്ടവരെ,